നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഞായറാഴ്ച നമ്മുടെ കലയരങ്ങിലേക്ക് എന്തെങ്കിലും ഒരു കലാപരിപാടി അവതരിപ്പിക്കാമെന്ന് കരുതുകയാണ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഞാൻ എഴുതിയ ഒരു കവിതയാണ്. ഈ കവിത ഒരു താരാട്ട് എന്ന് പറയാം, പക്ഷേ ഇതൊരു പള്ളി നീരാട്ടിൻ്റെ കഥയാണ്. നീരാട്ടെന്ന് പറഞ്ഞാൽ കുളി, പള്ളി നീരാട്ടെന്ന് വെച്ചാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ, എൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പനെ പോലെ ഞാൻ കാണുന്ന എൻ്റെ കണ്ണൻ്റെ, എൻ്റെ കൊച്ചുമകൻ്റെ കുളിയെപ്പറ്റി ആണ് ഞാൻ ഈ കവിതയിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് കൂടി മനസ്സിലാക്കിയാലേ ഈ കവിത ആസ്വദിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഭവനത്തിൽ കൊച്ചു കുട്ടികളെയൊക്കെ കുളിപ്പിച്ചിരുന്ന മുത്തശ്ശിമാരെ ഗദ്യരൂപത്തിൽ പറയാറുള്ള കാര്യങ്ങൾ ഞാൻ പദ്യരൂപത്തിലാക്കി, അത്രയേ ഉള്ളൂ. എനിക്ക് കുട്ടികളെ കുളിപ്പിക്കണത് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത്. ഞാൻ അങ്ങനെ ചെന്ന് നോക്കിയിരിക്കും. അന്നൊക്കെ മുത്തശ്ശിമാർ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കും, മുണ്ട് മൂക്കി പിഴിഞ്ഞു കൊണ്ടുവന്ന് വയ്ക്കും, സോപ്പൊക്കെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും. നല്ല വാസന സോപ്പ് അപൂർവമല്ലേ, അന്ന് ചന്ദ്രിക സോപ്പൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കുട്ടികളെ മേലെ എണ്ണയൊക്കെ തേപ്പിക്കും. കൈ വലുതാവട്ടെ, കാല് വലുതാവട്ടെ എന്നൊക്കെ പറഞ്ഞത് ശരീരത്തിൽ ആ എണ്ണയൊക്കെ പുരട്ടും, കൈ ഇങ്ങനെ മടക്കും. അതായത് ഒരു തരം എക്സർസൈസുകൾ തന്നെ. കുട്ടികൾ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ടാണ് ആ ഒരു പാളയിലൊക്കെ കിടത്തിയിട്ടാണ് കുളിപ്പിക്കുക. അങ്ങനെ കുളിപ്പിക്കണം ഞാൻ കാണാറുണ്ട്. ഒക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് ഈ പാകത്തിന് ചൂടുള്ള ഈ വെള്ളം ഇങ്ങനെ മുക്കി ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് എണ്ണ പുരട്ടുമ്പോൾ പറയും, അശ്വനി ദേവകളെ എൻ്റെ കയ്യിൽ മരുന്ന് തരൂ, എൻ്റെ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അശ്വനി ദേവകളെ വിളിക്കുക. അവരാണല്ലോ ഈ മരുന്നുകളുടെയൊക്കെ ദൈവങ്ങൾ. പിന്നീട് ഗംഗ വരൂ, സരസ്വതി വരൂ, യമുന വരൂ എന്ന് കുളിക്കുന്ന വെള്ളത്തിലേക്ക് പറയും. കുളി കഴിഞ്ഞിട്ട് എണീറ്റ് കയറി വരുമ്പോൾ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് കുട്ടിക്ക് ജലദോഷം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നെറുകയിൽ ഊതും. എന്നിട്ട് ഹരികൃഷ്ണ ഹരികൃഷ്ണ എന്നിങ്ങനെ പറയും. അപ്പോൾ ഊതുമ്പോൾ ആ വെള്ളം ഒന്നും താഴാണ്ട് കുട്ടിക്ക് അസുഖമൊന്നും വരില്ല. പിന്നെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഗുരുവായൂരപ്പൻ വന്ന് കുഞ്ഞിനെ എടുക്കും, താലോലിക്കും. അങ്ങനെയൊക്കെ ഒരു കൂട്ടം വിശ്വാസങ്ങൾ പറഞ്ഞു കേട്ട് വാമൊഴിയായിട്ടുള്ള വിശ്വാസങ്ങൾ. പിന്നെ കുട്ടിയെ കണ്ണെഴുതിക്കും, പൊട്ടുതെടിക്കും, വയമ്പ് കൊടുക്കും, അത് കഴിഞ്ഞ് അമ്മിഞ്ഞപ്പാൽ കൊടുക്കും. ആ അമ്മിഞ്ഞ കൊടുക്കുമ്പോഴാണ് അമ്മമാരുടെ കയ്യിൽ കൊടുത്തിട്ട് കുട്ടിയെ ചെവിയും കഴുത്തിൻ്റെ ഇടുക്കും ഒക്കെ ഭംഗിയായിട്ട് തോർത്തിച്ച് ഇതൊക്കെ ആക്കി വൃത്തിയാക്കി മുലപ്പാലും കൊടുത്ത് കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കും. അങ്ങനെയാണ് ഒരു രീതി. ഇതെല്ലാം എൻ്റെ മുത്തശ്ശിമാർ, എൻ്റെ ആങ്ങളമാരെ വരുത്ത് എല്ലാവരും ഉണ്ടാവുന്ന എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരുടെയും കൊച്ചു കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് അവർ ഗദ്യരൂപത്തിൽ പറയുന്ന അവരുടെ ആ ആശയത്തോടെ എനിക്ക് കടപ്പാടുണ്ട്. ഞാൻ ഈ താരാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് 2006 എൻ്റെ കൊച്ചുമകൻ ജനിച്ചപ്പോൾ അവനെ കുളിപ്പിക്കുന്ന സമയത്ത്, കണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആൺകുട്ടിയാണ് അവൻ, മകൻ്റെ മകൻ. അപ്പോൾ ആ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് ഞാൻ പാടിക്കൊണ്ടിരുന്ന ഒരു പള്ളി നീരാട്ടിൻ്റെ പാട്ടാണ് ഈ പാട്ട്. എല്ലാവരും ഒന്ന് കേൾക്കൂ. ഈ കവിതയുടെ പേര് പള്ളി നീരാട്ട്. തീർത്ഥം മാസികയിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളതാണിത്. ഒരുപാട് അപ്രീസിയേഷനൊക്കെ അന്ന് എനിക്ക് പലരും തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് പാടട്ടെ. പള്ളി നീരാട്ട്. അമ്പാടി പൈതലം കാറൊളി വർണ്ണൻ്റെ പള്ളി നീരാട്ടൊന്നു കാണാൻ വരൂ. അമ്മയ്ക്കു ജീവനാം കൺമണി കുഞ്ഞിൻ്റെ പള്ളി നീരാട്ടൊന്നു കാണാൻ വരൂ. അമ്പാടി പൈതലം കാറൊളി വർണ്ണൻ്റെ പള്ളി നീരാട്ടൊന്നു കാണാൻ വരൂ. അമ്മയ്ക്കു ജീവനാം കൺമണി കുഞ്ഞിൻ്റെ പള്ളി നീരാട്ടൊന്നു കാണാൻ വരൂ. നിന്റെ മേനിയില്ലമ്മ എണ്ണ തേപ്പിക്കുമ്പോൾ, നിന്റെ മേനിയില്ലമ്മ എണ്ണ തേപ്പിക്കുമ്പോൾ അമ്മതൻ കയ്യിൽ മരുന്നുമായി അശ്വനി ദേവകൾ വന്നു ചേരുമവർ, നിനക്കായുസ്സു നൽകിടും കൺകുളിരേ. കുഞ്ഞിക്കൈ വളരട്ടെ,
കുസൃതി കാട്ടാൻ. കുഞ്ഞിക്കാൽ വളരട്ടെ പിച്ച വയ്ക്കാൻ. കുഞ്ഞിക്കൈ വളരട്ടെ കുസൃതി കാട്ടാൻ. കുഞ്ഞിക്കാൽ വളരട്ടെ പിച്ച വയ്ക്കാൻ. കൂത്താടും പൈക്കിടാവിനൊപ്പമോടി കണ്ണനാമുണ്ണിയായി വിടം ഗോകുലമാക്കുവാൻ. കുഞ്ഞിക്കൈ വളരട്ടെ കുസൃതി കാട്ടാൻ. കുഞ്ഞിക്കാൽ വളരട്ടെ പിച്ച വയ്ക്കാൻ. കൂത്താടും പൈക്കിടാവിനൊപ്പമോടി കണ്ണനാമുണ്ണിയായി വിടം ഗോകുലമാക്കുവാൻ. നിന്റെ നീരാട്ടു കടവിൽ നിന്നും അമ്മതൻ താരാട്ടു കേട്ടിടുവാൻ. നിന്റെ നീരാട്ടു കടവിൽ നിന്നും അമ്മതൻ താരാട്ടു കേട്ടിടുവാൻ. ഗംഗയും യമുനയും വന്നു ചേരും അവർ നിനക്കൈശ്വര്യമേകിടും പൊൻകതിരേ. നിറയുന്ന ഭക്തിയാൽ നിൻ ശിരസ്സിലൂതി. നിറയുന്ന ഭക്തിയാൽ നിൻ ശിരസ്സിലൂതി. ഹരികൃഷ്ണ ഹരികൃഷ്ണ എന്നമ്മയോതിടുമ്പോൾ ഹരിചന്ദനത്തിൻ്റെ സുഗന്ധമായി. ഹരിചന്ദനത്തിൻ്റെ സുഗന്ധമായി ആ മഹാവൈദ്യനും വന്നു ചേരും. കൈവെള്ളയിലെടുത്തു നിനക്ക് കൈവെള്ളയിലെടുത്ത മൃദു നൽകി. കൈവെള്ളയിലെടുത്ത മൃദു നൽകി നിന്റെ ചോരി വായ്ക്കുള്ളിലെ തെന്നുകർന്ന്. ഗുരുവായൂരപ്പനെ കൈവെള്ളയിലെടുത്തു നിനക്കമൃദു നൽകി നിന്റെ ചോരി വായ്ക്കുള്ളിലെ തെന്നുകർന്നും. ഇത്രയ്ക്കു ചെറുതായി ചെറുതായി നിൽക്കാൻ. ഇത്രയ്ക്കു ചെറുതായി ചെറുതായി നിൽക്കാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ നീ എന്തുമാത്രം വളർന്നു വലുതായി. കണ്ണെഴുതണ്ടേ നിനക്കഞ്ചനത്താൽ. കളഭക്കൂട്ടണിയണ്ടേ ഗോരോചനക്കുറി വേണ്ടേ. വാർമുടി കെട്ടണ്ടേ മയിൽപ്പീലി ചൂടണ്ടേ. മയിൽപ്പീലി തിരുകണ്ടേ മഞ്ഞപ്പട്ടാടമേനിയിൽ ചാർത്തിടണ്ടേ. കണ്ണെഴുതണ്ടേ നിനക്കഞ്ചനത്താൽ. കളഭക്കൂട്ടണിയണ്ടേ ഗോരോചനക്കുറി വേണ്ടേ. വാർമുടി കെട്ടണ്ടേ മയിൽപ്പീലി തിരുകണ്ടേ മഞ്ഞപ്പട്ടാടമേനിയിൽ ചാർത്തിടണ്ടേ. അറയിലിരുന്നമ്മ അമൃതായി നൽകാം. പുതുവെണ്ണ ചേർത്തുള്ള പൊന്നും വയമ്പും. അറയിലിരുന്നമ്മ അമൃതായി നൽകാം. പുതുവെണ്ണ ചേർത്തുള്ള പൊന്നും വയമ്പും. ആത്മാവിനുയിരായിട്ടമ്മിഞ്ഞ പാലുതരാം. ആത്മാവിനുയിരായിട്ടമ്മിഞ്ഞ പാലു നൽകാം. ജീവൻ്റെ ജീവനായി കാത്തുകൊള്ളാം. നീ അച്ഛനോളം വളർന്നു വലുതായിടുമ്പോൾ. നീ അച്ഛനോളം വളർന്നു വലുതായിടുമ്പോൾ നിന്നച്ഛനു നൽകണം സ്നേഹാമൃതം. ആത്മാവിനുയിരായിട്ടമ്മിഞ്ഞ പാലു നൽകാം. ജീവൻ്റെ ജീവനായി കാത്തുകൊള്ളാം. നീ വളർന്ന അച്ഛനോളം വലുതായിടുമ്പോൾ നിന്നച്ഛനു നൽകണം സ്നേഹാമൃതം.
നിന്റെ കൊഞ്ചലാൽ നിന്റെ ചിണുങ്ങലാൽ നിന്റെ കൊഞ്ചലാൽ നിന്റെ ചിണുങ്ങലാൽ നിന്റെ പാൽ പുഞ്ചിരിയാൽ നവനീത കൃഷ്ണ നിന്റെ കൊഞ്ചലാൽ നിന്റെ ചിണുങ്ങലാൽ നിന്റെ പാൽ പുഞ്ചിരിയാൽ നവനീത കൃഷ്ണ ഗോകുലമാക്കുന്നു അമ്പാടിയാക്കുന്നു ഗോകുലമാക്കുന്നു അമ്പാടിയാക്കുന്നു കാറുളി വർണ്ണനാം നീ ഗോകുലമാക്കുന്നു അമ്പാടിയാക്കുന്നു കാറുളി വർണ്ണനാം നീ ഞാൻ യശോദയും. നന്ദി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും ഈ താരാട്ടൊന്നു കേട്ടാലും കളിയായി ചൊല്ലിയ കഥയാണ്, കാര്യം പറയും കഥയാണ്. എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ കലാവിരുന്നും നിങ്ങൾ ആസ്വദിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ സസ്നേഹം മാലതി ചേച്ചി, മാലതി വാര്യർ. നന്ദി.